എ കെ ജി സെന്റർ പുതിയ എ കെ ജി സെന്ററായി മാറുന്നു. പഴയ എ കെ ജി സെന്ററിന് എന്ത് സംഭവിച്ചു എന്നൊക്കെ നമുക്കറിയാം. 1977 ഈ പഴയ എ കെ ജി സെന്റർ നിർമ്മാണത്തിന് സംസ്ഥാനത്ത് നിന്നും വിദേശത്തു നിന്നും ചെറുതും വലുതുമായിട്ടുള്ള സംഭാവനകൾ സ്വരൂപിച്ചുകൊണ്ട് വലിയ എ കെ ജി സെന്റർ എന്നുള്ള ഒരു സ്ഥാപനം കെട്ടിപ്പടുക്കുന്നത്. ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ, പാർട്ടി കെട്ടിടമാണത്. എന്നാൽ പുതിയ എ കെ ജി സെന്റർ നിർമ്മാണത്തിന് പ്രത്യേക സംഭാവനകളൊന്നും സ്വീകരിച്ചതായിട്ട് ഇതുവരെ പാർട്ടി സ്ഥിരീകരിച്ചിട്ടില്ല. ഞാനിത് പറയാൻ കാരണം പാർട്ടി ഇപ്പോൾ അത്രത്തോളം ശക്തമാണ്. അതുകൊണ്ട് ആ പാർട്ടിക്ക് ഇപ്പോൾ വേറെ ഫണ്ട് പിരിവോ വിദേശത്തോ സ്വദേശത്തോ ഉള്ള ആൾക്കാരുടെ തുച്ഛമായതോ അല്ലെങ്കിൽ അധികമായതോ ഉള്ള പണസ്വരൂപണമോ ഒന്നും ആവശ്യമില്ല എന്ന് തോന്നുന്ന തരത്തിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞു. ഇത് പറയാൻ കാരണം കണക്കുകൾ വളരെ കൃത്യമായി അവതരിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുവെന്ന് പറയുന്ന CPM-നും പലപ്പോഴും അടി തെറ്റുന്നുണ്ട്, അടി പതറുന്നുണ്ട്. കണക്കുകൾ അങ്ങോട്ട് പലപ്പോഴും ശരിയാകുന്നില്ല. ഈ എ കെ ജി സെന്റർ, അതായത് പുതിയ എ കെ ജി സെന്റർ കെട്ടിടത്തിൽ അതിൻ്റെ ഭൂമി തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയതായിരുന്നു. അതിന് പിന്നാലെയാണ് നികുതി വെട്ടിപ്പ് ആരോപണം കൂടി ഇപ്പോൾ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിർമ്മാണത്തിന് ഏകദേശം 30 കോടിയോളം രൂപ ചെലവായി എന്നാണ് അവകാശപ്പെടുന്നത്. എങ്കിൽ കൂടിയും അത് ഈ 30 കോടി രൂപ ചെലവായി എന്ന് സുപ്രീം കോടതി കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്നതാണ്. എന്നാൽ അതേസമയം അതിന്റെ നിർമ്മാണ ചെലവുകൾ എന്ന് പറഞ്ഞ് തൊഴിൽ വകുപ്പിന് നൽകിയ നിർമ്മാണ ചെലവ് 10 കോടി രൂപയാണ്. അപ്പോൾ ഇതിനകത്ത് 30 ലക്ഷം രൂപ അടയ്ക്കേണ്ട സ്ഥലത്ത് 10 ലക്ഷം രൂപ അടച്ചാൽ മതി എന്നുള്ള തരത്തിലേക്ക് എത്തപ്പെടുന്നു നികുതി. ആ നികുതിയിലെ വെട്ടിപ്പാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ടത്. എ കെ ജി സെന്റർ എപ്പോഴും വിവാദങ്ങളിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പുതുതായിട്ട് നിർമ്മിച്ച എ കെ ജി സെന്റർ കെട്ടിടത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ട് CPM നികുതി വെട്ടിപ്പ് നടത്തിയതായിട്ടുള്ള ആരോപണമാണ് ഇപ്പോൾ മുന്നിൽ വരുന്നത്.